സുഹൃത്തുക്കളെ, തീരുമാനത്തിൻ്റെ പ്രസക്തി ജീവിത വിജയം നേടുന്നതിനും ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിനും തീരുമാനമെടുക്കേണ്ടുന്നതിൻ്റെ പ്രസക്തിയും അതിൽ ഉറച്ചു നിൽക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരാജയം നേരിട്ട 25,000 സ്ത്രീ പുരുഷന്മാരെക്കുറിച്ച് നടത്തിയ വിശകലനം തെളിയിച്ചത് പരാജയത്തിൻ്റെ 31 പ്രധാന കാരണങ്ങളിൽ അവരുടെ പരാജയമായി ഏറ്റവും മുകളിൽ വന്നത് തീരുമാനത്തിൻ്റെ അഭാവമാണെന്നതാണ്. തീരുമാനത്തിൻ്റെ നേരെ എതിർവശമായ പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ നീട്ടിക്കൊണ്ടുപോകൽ ഏതു മനുഷ്യനും കീഴടക്കേണ്ടതായ ഒരു പൊതുശത്രുവാണ്. $1 ദശലക്ഷം എന്ന പരിധിക്കപ്പുറം സമ്പത്ത് സമാർജിക്കാൻ കഴിഞ്ഞ നൂറുകണക്കിന് പേരെ അപഗ്രഥിച്ചതിൽ നിന്ന് വ്യക്തമായത് അവരെല്ലാം തന്നെ വേഗത്തിൽ തീരുമാനങ്ങളിൽ എത്തുകയും അവയെപ്പോഴെങ്കിലും മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വളരെ സാവധാനത്തിൽ മാത്രം അത് ചെയ്യുകയും ചെയ്തവരാണെന്നാണ്. പണം സമ്പാദിക്കുന്നതിൽ പരാജയപ്പെടുന്ന ആളുകൾക്കെല്ലാം അപവാദമൊന്നും കൂടാതെ ഉണ്ടായിരുന്നത് തീരുമാനങ്ങളിൽ എത്തുന്നത് അഥവാ വല്ല തീരുമാനത്തിലും എത്തിയാൽ വളരെ സാവധാനത്തിലും ആ തീരുമാനങ്ങൾ മാറ്റുന്നത് വളരെ വേഗത്തിലും ഇടയ്ക്കിടെയും ആയിരുന്നു എന്ന സ്വഭാവമാണ്. ഹെൻറി ഫോർഡിൻ്റെ ഏറ്റവും മുഴച്ചുനിന്ന ഗുണങ്ങളിലൊന്ന് ഉടനടിയും വേഗത്തിലും തീരുമാനത്തിൽ എത്തുന്നതും വളരെ പതിയെ മാത്രം മാറ്റുന്നതുമാണ്. ആ സ്വഭാവം ഫോർഡിൽ അത്രയേറെ പ്രകടമായിരുന്നതിനാൽ അദ്ദേഹം ഒരു പിടിവാശിക്കാരനാണ് എന്ന പ്രചാരണത്തിന് കാരണമായി. ഈ ഒരു സ്വഭാവം കാരണമാണ് അദ്ദേഹം പ്രസിദ്ധമായ മോഡൽ ടി, ലോകത്തിലെ ഏറ്റവും കാണാൻ വൃത്തികെട്ട മോഡൽ കാർ നിർമ്മാണം സകല ഉപദേശകരും നിരവധി ഉപഭോക്താക്കളും അത് മാറ്റാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടും വീണ്ടും തുടർന്നത്. ഒരുപക്ഷെ ഒരു മാറ്റം വരുത്തുന്നതിന് ഫോർഡ് വളരെയേറെ കാലതാമസം വരുത്തിയിട്ടുണ്ടാകാം. പക്ഷേ അതിൻ്റെ മറുവശം അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിലെ ദൃഢത ആ മോഡലിലൊരു മാറ്റം അനിവാര്യമാവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വമ്പിച്ചൊരു സമ്പത്ത് നേടിയെടുക്കാനായി എന്നതാണ്. മിസ്റ്റർ ഫോർഡിൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിലെ നിശ്ചയദാർഢ്യം ഒരു പിടിവാശിയുടെ തന്നെ മാനങ്ങൾ കൈവരിച്ചിരുന്നുവെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ തീരുമാനങ്ങൾ വളരെ സാവധാനത്തിൽ മാത്രം എടുക്കുകയും അത് വളരെ വേഗത്തിൽ മാറ്റുകയും ചെയ്യുന്നതിനേക്കാൾ എത്രയോ അഭികാമ്യമായ ഒരു ഗുണമാണത്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മതിയായ പണം സമാഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നവരായ ഭൂരിപക്ഷം പേരും പൊതുവിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാൽ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടുന്നവരാണ്. വർത്തമാന പത്രങ്ങളും ഗോസിപ്പുകളിൽ ഏർപ്പെടുന്ന അയൽക്കാരും തങ്ങൾക്കായി തീരുമാനങ്ങൾ എടുക്കാൻ അവർ അനുവദിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് അഭിപ്രായം. തങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുള്ള ആർക്കും മേലെ ഒരു വലിയ കൂട്ടം അഭിപ്രായങ്ങൾ കൊണ്ടുപോയി കൊട്ടാൻ എല്ലാവരും തയ്യാറാണ്. നിങ്ങൾ തീരുമാനങ്ങളിൽ എത്തുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വാധീനിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങളൊരു സംരംഭത്തിലും വിജയിക്കില്ല. നിങ്ങളുടെ അഭിലാഷത്തെ പണമായി രൂപപരിണാമം വരുത്തുന്നതിൽ വിജയിക്കാനുള്ള സാധ്യത അത്ര പോലുമില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാൽ സ്വാധീനിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ ഒരു അഭിലാഷവും ഉണ്ടാവുകയില്ല. നിങ്ങൾ ഇവിടെ വിവരിച്ച തത്വങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ ഉപദേഷ്ടാവാകുക. നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിലെത്തുകയും അവയെ പിന്തുടരുകയും ചെയ്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. നിങ്ങളുടെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലുള്ളവരൊഴികെ ആരെയും വിശ്വാസത്തിലെടുക്കരുത്. ആ ഗ്രൂപ്പിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിലും വളരെ ശ്രദ്ധ വേണം. നിങ്ങളുടെ ഉദ്ദേശവുമായി തികഞ്ഞ സഹഭാവവും മനപ്പൊരുത്തവുമുള്ളവരെ മാത്രമേ അതിലേക്ക് തിരഞ്ഞെടുക്കാവൂ. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും തങ്ങളുടെ അഭിപ്രായങ്ങളും ചിലപ്പോൾ കളിയാക്കലുകളും കൊണ്ട് തമാശയിലപ്പുറം ആ കളിയാക്കലുകൾക്ക് ഉദ്ദേശമൊന്നും ഉണ്ടാകാറില്ലെങ്കിലും മിക്കപ്പോഴും നിങ്ങളെ പിന്നോട്ടടിപ്പിക്കുന്ന ഒട്ടനവധി സ്ത്രീ പുരുഷന്മാർ തങ്ങളുടെ ജീവിതത്തിലുടനീളം അപകർഷബോധവും പേറി മുന്നോട്ട് പോകുന്നുണ്ട്. പലപ്പോഴും അതിന് കാരണമാകാറുള്ളത് സതുദ്ദേശത്തോടെ ചില അറിവില്ലാത്ത വ്യക്തികൾ ചില കളിയാക്കലുകളോ അഭിപ്രായങ്ങളോ കൊണ്ട് അവരുടെ ആത്മവിശ്വാസം തകർക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ ഒരു തലച്ചോറും മനസ്സുമുണ്ട്. അതുപയോഗിക്കുക. നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളിലെത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങളിലെത്താൻ മറ്റുള്ളവരിൽ നിന്നും വസ്തുതകളും വിവരങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും വസ്തുതകളും വിവരങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളോ വസ്തുക്കളോ രഹസ്യമായി ശേഖരിക്കുക. നിങ്ങളുടെ ഉദ്ദേശം ഒരിക്കലും വെളിപ്പെടുത്താതെ തന്നെ. ഉപരിപ്ലവമായ വിജ്ഞാനവും തൊലിപ്പുറമേയുള്ള വിവരങ്ങളും മാത്രമുള്ള ആളുകൾ അവർക്ക് വളരെയേറെ വിജ്ഞാനമുണ്ടെന്നൊരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സാധാരണമാണ്. അത്തരക്കാർ വളരെ അധികം സംസാരിക്കും. അവർ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ സംസാരിക്കും. നിങ്ങൾക്ക് ഉടനടി തീരുമാനമെടുക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾ കണ്ണും കാതും തുറന്നു വെക്കുകയും വായ അടച്ചു വെക്കുകയും ചെയ്യണം. വളരെയധികം സംസാരിക്കുന്നവർ പൊതുവെ മറ്റൊന്നും ചെയ്യാറില്ല. നിങ്ങൾ കേൾക്കുന്നതിലേറെ സംസാരിച്ചാൽ ഉപയോഗപ്രദമായ വിജ്ഞാനം ആർജിക്കുന്നതിനുള്ള ഒട്ടനവധി അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുക മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകളും ഉദ്ദേശങ്ങളും
നിങ്ങളെ പരാജയപ്പെടുത്തുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്നവർക്ക് മുന്നിൽ വെളിപ്പെടുത്തുക കൂടിയാണ് ചെയ്യുക. ആളുകൾ പൊതുവെ അസൂയുള്ളവരായതിനാൽ നിങ്ങൾ പരാജയപ്പെടുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തും. മറ്റൊന്നുകൂടി ഓർക്കുക, വളരെയധികം വിജ്ഞാനമുള്ള ഒരാളുടെ മുന്നിൽ നിങ്ങൾ ഓരോ തവണ വാ തുറക്കുമ്പോഴും നിങ്ങളെയാൾക്ക് മുന്നിൽ നിങ്ങളുടെ അറിവിൻ്റെ കൃത്യമായ സ്റ്റോക്ക് വെളിപ്പെടുത്തുകയാണ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് കാര്യമായ അറിവൊന്നും ഇല്ല എന്ന് തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ യഥാർത്ഥ വിജ്ഞാനം ശ്രദ്ധയാകർഷിക്കുന്നത് വിനയത്തിലൂടെയും നിശബ്ദതയിലൂടെയുമാണ്. നിങ്ങൾ ആരുമായൊക്കെ കൂട്ടുചേരുന്നുവോ അവരും നിങ്ങളെപ്പോലെ തന്നെ പണം സമാഹരിക്കാനുള്ള അവസരം കാത്തിരിക്കുന്നവരാണെന്ന വസ്തുത മനസ്സിൽ വെക്കുക. നിങ്ങൾ വളരെ സ്വതന്ത്രമായി നിങ്ങളുടെ പ്ലാനുകളെപ്പറ്റി സംസാരിച്ചാൽ മറ്റേയാൾ ഒരു പക്ഷേ നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങൾക്ക് മുമ്പേ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് നിങ്ങൾക്കത് അമ്പരന്ന് നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് ബുദ്ധിയില്ലാതെ പ്ലാനുകൾ പുറത്തുവിട്ടതാണ് അതിന് കാരണമായി തീരുക. നിങ്ങളുടെ ആദ്യ തീരുമാനങ്ങളിൽ നിന്ന് വായടച്ച് കേൾക്കുമെന്നും കണ്ണും കാതും തുറന്നു വെക്കുമെന്നതുമായിരിക്കട്ടെ. ഈ ഉപദേശം പിന്തുടരാൻ നിങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ നിങ്ങൾ താഴെ കൊടുക്കുന്ന ഒരു മഹദ്വചനം വലിയ അക്ഷരങ്ങളിൽ തയ്യാറാക്കി നിങ്ങൾക്ക് ദിവസവും കാണാവുന്ന ഒരിടത്ത് പ്രദർശിപ്പിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തോട് പറയൂ, പക്ഷേ ആദ്യം അത് പ്രാവർത്തികമാക്കിയതിന് ശേഷം. ഇതാണത്. പ്രവൃത്തികളാണ് വാക്കുകളല്ല കൂടുതലായും കണക്കിലെടുക്കപ്പെടുന്നത് എന്ന പഴഞ്ചൊല്ലിന് സമാനമാണിത്.